नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 6 के इकाई 5 ज़मीं को जादू आता है की क्वेश्चन आൻസേഴ്സ് പഠിंगे। എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അതിൻ്റെ മീനിങ്സും തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കുട്ടികളെ തീർച്ചയായും കണ്ടു പഠിക്കണം. കൂടാതെ തന്നെ ചാപ്റ്റർ 4 വരെ യൂണിറ്റ് 4 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോകുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു പ്ലേലിസ്റ്റിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കേരള സിലബസ് ക്ലാസിക്സ്. അതിൽ പോയാലും നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് കിട്ടുന്നതാകും. അപ്പം നമ്മൾക്കിനി ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള സെൽഫ് ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. കവി കിസെ ജാദുയി കഹ രഹേ ഹേ? കവി ആരെയാണ് മാന്ത്രികമെന്ന് പറയുന്നത്? കവി ജമീ കോ ജാദുയി കഹ രഹേ ഹേ. കവി ഭൂമിയാണ് മാന്ത്രികമെന്ന് പറയുന്നത്. ജമീ അമരൂദ് കി ബീജ് ബോനെ പർ ക്യാ ദേത്തി ഹേ? ഭൂമി പേരയുടെ വിത്ത് നടുമ്പോൾ എന്താണ് തരുന്നത്? ജമീ അമരൂദ് കി ബീജ് ബോനെ പർ അമരൂദ് ദേത്തി ഹേ. ഭൂമി പേരയുടെ വിത്ത് നടുമ്പോൾ പേരയാണ് തരുന്നത്. ജമീ ജാമുൻ കി ഗുട്ട്ലി ഡാൽനെ പർ ക്യാ ദേത്തി ഹേ? ഭൂമി ഞാവൽപ്പഴത്തിൻ്റെ കുരു നടുമ്പോൾ എന്താണ് നമ്മൾക്ക് തരുന്നത്? ജമീ ജാമുൻ കി ഗുട്ട്ലി ഡാൽനെ പർ ജാമുൻ ദേത്തി ഹേ. ഭൂമി ഞാവൽപ്പഴത്തിൻ്റെ കുരു ഇടുമ്പോൾ ഞാവൽപ്പഴം തരുന്നു. ജമീ ഫൂൽ മാംഗ്നെ പർ ക്യാ ദേത്തി ഹേ? ഭൂമി പൂക്കൾ ആവശ്യപ്പെടുമ്പോൾ പൂക്കൾ ആവശ്യപ്പെടുമ്പോൾ എന്താണ് തരുന്നത് നമ്മൾക്ക്? ജമീ ഫൂൽ മാംഗ്നെ പർ ഗുലാബി ഫൂൽ ദേത്തി ഹേ. നമ്മൾ പൂക്കൾ നടുമ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ റോസ് പൂക്കൾ ഭൂമി നമ്മൾക്ക് തരുന്നു. ജമീ കോൺ സെ രംഗ് ദേത്തി ഹേ? ഭൂമി ഏതൊക്കെ നിറങ്ങളാണ് നമ്മൾക്ക് തരുന്നത്? ജമീ ജോ രംഗ് ഡാലേ വോ രംഗ് ദേത്തി ഹേ. ഭൂമി ഏത് നിറമാണ് നമ്മൾ കുടിച്ചിരുന്നത് അല്ലെങ്കിൽ നടുന്നത് ആ നിറം തന്നെ നമ്മൾക്ക് തിരിച്ചു തരുന്നു. കവി കെ ഹിസാബ് സെ ജമീനെ രംഗ് ക്യാ കിയേ ഹോംഗെ? കവിയുടെ കണക്ക് പ്രകാരം ഭൂമി എന്താണ് ഈ നിറങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ടാവുക? കവി കെ ഹിസാബ് സെ ജമീനെ രംഗ് മിട്ടി കെ നീച്ചെ ഛുപാ രഖേ ഹോംഗെ. ഇങ്ങനെയായിരുന്നില്ലേ കവിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ എത്രയും നിറങ്ങളിൽ നമ്മൾ ഏത് നിറമാടുന്ന ആ നിറത്തിൻ്റെ പൂക്കൾ നമ്മൾക്ക് തരുന്നു. തീർച്ചയായും ഭൂമി താഴെ ഈ നിറങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കവി? കവിയുടെ കണക്ക് പ്രകാരം ഭൂമി ഈ നിറങ്ങളൊക്കെ താഴെ മണ്ണിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. കവി കോ ജമീൻ കെ ഖോദനെ പർ ക്യാ നഹീ മില? കവിക്ക് അവിടെ ഭൂമിയിൽ നമ്മൾ കുഴിച്ചിട്ടും ഇങ്ങനെ എന്താ കിട്ടാണ്ടിരുന്നത്? കുറെ കുഴിച്ചു നോക്കിയില്ലേ, എന്നിട്ടും എന്താണ് കിട്ടാണ്ടിരുന്നത്? കവി കോ ജമീ കെ ഖോദനെ പർ കോയി ഭി രംഗ് നഹീ മില. കവിക്ക് ഭൂമി ഇങ്ങനെ കുഴിച്ചു നോക്കിയിട്ടും ഒരു നിറവും താഴെ കിട്ടിയില്ല. അടുത്ത ചോദ്യം, ജമീ കിസെ ഉംഗലി പർ ഉഠാത്തി ഹെ? ഭൂമി ആരെയാണ് കൈവിരലിൽ എടുത്തുകൊണ്ട് നിൽക്കുന്നത്? ജമീ ബഡേ ബഡേ താട് കെ പേട് കോ ഉംഗലി പർ ഉഠാത്തി ഹെ. ഭൂമി വലിയ വലിയ ഈന്തപ്പനയുടെ മരത്തെയാണ് കൈവിരലിൽ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പേടോ കോ കോൺ ഹിലാത്ത ഹെ? മരത്തെ ആരാണ് ഇളക്കുന്നത്? മരങ്ങളൊക്കെ പേടോ കോ ഹവായേ ഹിലാത്തി ഹെ. മരങ്ങളെ കാറ്റാണ് ഇളക്കുന്നത്. ജമീ ക്യാ ഡിഗ് ജാത്തി ഹെ? ജമീ ഭൂമി എന്താണ് കുടിച്ചു തീർക്കുന്നത്? ജമീ ശർബത്ത് പാനി ദൂത് യാ കുച്ച് ഭി ഗിരാ ദോ ഉസേ ഡിഗ് ജാത്തി ഹെ. അപ്പം എന്താണ് ഭൂമി എല്ലാം ജ്യൂസും വെള്ളം പാല് എന്ത് വീണാലും അതുകൂടാണ്ട് എന്ത് താഴെ വീണാലും എല്ലാം കുടിച്ചു തീർക്കും. ജമീ അപ്നെ അന്തർ കിസെ ഛുപാ ലേത്തി ഹെ? ഭൂമി എന്തിനെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത് ഉള്ളില്? ജമീ അപ്നെ അന്തർ നദി കോ ഛുപാ ലേത്തി ഹെ. ഭൂമി സ്വന്തം നദിയാണ് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത്. ജമീ കെ നീച്ചെ കിസ്കെ ഖാനെ ഹെ? ജമീൻ്റെ താഴത്ത് എന്തൊക്കെയാണുള്ളത്? എന്താണ് ഇങ്ങനെ കുറേയുള്ള സാധനം? ജമീ കെ നീച്ചെ ചീനി കെ ഖാനെ ഹെ. ജമീൻ്റെ താഴെ എന്താണ്? പഞ്ചസാരയാണ് നിറച്ചും ഉള്ളത്.
അടുത്ത ചോദ്യം, ജമീൻ കെ നീച്ചെ കിസ്കി ചട്ടാനെ ഹെ? ഭൂമിയുടെ താഴെ എന്തിൻ്റെ പാറകളാണുള്ളത്? ജമീൻ കെ നീച്ചെ ഖട്ടായി കി ചട്ടാനെ ഹെ? ഭൂമിയുടെ താഴെ പുളിപ്പിൻ്റെ പാറകളാണ് ഉള്ളത്, പുളിയുടെ. കവി കോ ക്യാ ഫീക്കി ഓർ ക്യാ മീഠാ ലഗ്താ ഹെ? കവിക്ക് എന്താണ് ഭയങ്കര ഡള്ളായിട്ടും എന്താണ് നല്ല മധുരമായിട്ടും തോന്നുന്നത്? കവി കോ പത്തേ ഫീക്കെ ഓർ ഫൽ മീഠേ ലഗ്തേ ഹെ? കവിക്ക് ഇലകൾ ഭയങ്കര ഡള്ളായിട്ടും പൂക്കൾ നല്ല മധുരമായിട്ടാണ് തോന്നുന്നത്. തീരെ ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് പത്തകൾ എന്ന് പറഞ്ഞാൽ ഇലകൾ. കവി കോ ക്യാ ഖട്ട ഓർ ക്യാ രസീല ലഗ്താ ഹെ? എന്താണ് കവിക്ക് പുളിയുള്ളതും എന്താണ് നല്ല ജ്യൂസി ആയിട്ടും തോന്നുന്നത്? കവി കോ നീംബു ഖട്ട ഓർ ഗന്ന രസീല ലഗ്താ ഹെ? കവിക്ക് നീംബു എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ പുളിയായിട്ടും കരിമ്പ് നല്ല ജ്യൂസ് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. ജമീൻ കോ ജാദു ആതാ ഹെ? ആപ്കി ക്യാ റായ് ഹെ? ഭൂമിക്ക് എന്താണ് മാജിക് അറിയുമോ? നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറയുന്നത്. ഹാ, ജമീൻ കോ ജാദു ആതാ ഹെ. ജമീക്ക് എന്താണ്, ഭൂമിക്ക് ജാദു അറിയും, മാജിക് അറിയും. इसलिए तो वो हमें विविध प्रकार के फल फूल और अन्न देती है. അത് കാരണമാണല്ലോ നമ്മൾക്ക് വിവിധ തരത്തിലുള്ള ഫലങ്ങളും പൂക്കളും ധാന്യങ്ങളും തരുന്നത്. इनके अलावा ये हमें इतने सारे मूल्यवान चीज़ें देती है जो हमें आश्चर्यचकित कर देती है. ഇത് കൂടാണ്ട് എന്താ, നമ്മൾക്ക് കുറേ മൂല്യമായ സാധനങ്ങൾ തരുന്നു, അത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. और जो सिर्फ एक जादूगर ही कर सकता है. ഇതൊക്കെ ആർക്കാണ്? ഒരു മജീഷ്യന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ധർത്തി കിൻ കിൻ കോ അപ്നി ഗോദ് മേ ലേത്തി ഹെ? ഇത് ഫസ്റ്റ് പേജിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഭൂമി ആരൊക്കെയാണ് മടിയിലെടുത്തുകൊണ്ട് നടക്കുന്നത്? ധർത്തി സഭി ജീവ് ജന്തുവോ और निर्जीवित वस्तुओं को अपने गोद में लेती है. ഭൂമി എല്ലാ ജീവജാലങ്ങളെയും പിന്നെ കൂടാണ്ട് തന്നെ ജീവനില്ലാത്ത വസ്തുക്കളെയും സ്വന്തം മടിയിൽ കൊണ്ടു നടക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാവരെയും ഭൂമിദേവി മടിയിൽ കൊണ്ടു നടക്കുകയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കവി കെ അനുസാർ ജമീ ക്യാ ക്യാ ജാദു ദിഖാത്തി ഹെ? അപ്പോൾ കവിയുടെ അനുസരിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ഭൂമി മാജിക് കാണിക്കുന്നത്? ഏതൊക്കെ മാജിക്കാണ് കാണിക്കുന്നത്? ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് കവി. അഗർ മേ അമറൂദ് ബീജു അമറൂദ് ദേത്തി ഹെ. പേര നട്ടാൽ പേര തരും. പിന്നെന്തൊക്കെ എഴുതാൻ പറ്റുക? അഗർ മേ ജാമുൻ കി ഗുട്ട്ലി ഡാലൂം തോ ജാമുൻ ദേത്തി ഹെ. ഞാവൽപ്പഴത്തിൻ്റെ കുരുട്ടാൽ ഞാവൽപ്പഴം തരുന്നു. അഗർ മേ ഫൂൽ മാംഗൂം തോ ഗുലാബി ഫൂൽ ദേത്തി ഹെ. പൂക്കൾ ആവശ്യപ്പെട്ടാൽ റോസ് കളറിൻ്റെ പൂക്കൾ തരുന്നു. ബഡേ താട് കെ പേട് ഉംഗലി പർ ഉഠാത്തി ഹെ. വലിയ ഈത്തപ്പനയുടെ മരങ്ങൾ നമ്മുടെ കൈവിരലിൽ എടുത്തു നിൽക്കുന്നു. അനാറും ബേറും ആമോ ഓർ സേബോ മേ മീഠേ അലഗ് ഹെ. ഈ എല്ലാ ഫ്രൂട്ട്സിലും എന്താണ്, എല്ലാത്തിൻ്റെയും മധുരം വേറെയാണ്. എല്ലാത്തിനും സെയിം മധുരമല്ലല്ലോ നമ്മൾക്ക് കിട്ടുന്നത്, എല്ലാത്തിൻ്റെയും മധുരം വേറെ വേറെയല്ലേ. അടുത്തതായാൽ സെക്കൻഡ് പാർട്ട് എന്താണ്? അപ്പനി ഓർ സേ ജമീ കോ ദോ തീൻ ജാദു ലിഖേ. നമ്മളോടാണ് ഇനി ജമിയുടെ 2-3 മാന്ത്രിക എഴുതാൻ, എന്താ ജാലവിദ്യകൾ എഴുതാൻ പറയുന്നത്. അപ്പം എന്തൊക്കെ എഴുതാം? ഹമേ ദവാ ബനാനെ മദത് കർത്തി ഹെ. മരുന്നുകൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നു. ജമീ സെ മിലി മിട്ടി ബർത്തൻ ബനാനെ മേ കാം ആത്തി ഹെ. നമ്മുടെ ഈ മണ്ണ്, നമ്മുടെ ഭൂമിയുടെ മണ്ണല്ലേ നമ്മൾ കുറേ തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, മൺചട്ടി മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ. പൗധേക്കോ ബഡ്നെ മേ മദത് കർത്തി ഹെ. ചെറിയ ചെറിയ നമ്മുടെ എന്താണ് ചെടികൾ, അതിനൊക്കെ വളരാൻ അതിൽ ഉള്ള പോഷകങ്ങൾ ഉള്ള കാരണമല്ല, ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള കാരണമല്ല അത് ഇത്രയും വലുതാകുന്നത്. അത് വളരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഈ പാനിക്കോ സാഫ് കർനെ മേ മദത് കർത്തി ഹെ. മണ്ണ് എന്താണ്, നമ്മുടെ വെള്ളത്തെ ശുദ്ധീകരിക്കാനും മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമി നമ്മൾ അതിനും ഉപയോഗിക്കുന്നു. കവിത കാ പരിചയ കർത്തെ ഹുവേ ടിപ്പണി ലിഖേ. ഇപ്പം കവിതയുടെ നമ്മളോടാണ് അതിനെ പറ്റിയൊരു കമൻറ്റ് എഴുതാൻ പറയുന്നത്. ഇതിൻ്റെ ആൻസർ നോക്കാം. ഇസ് കവിത മേ കവി ജാദുയി ജമീ കെ ബാരെ മേ ബത്താ രഹേ ഹെ. ഈ കവിതയിൽ കവി എന്താണ്, നമ്മളെ ജാലവിദ്യ അറിയുന്ന ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. കവി കാ കഹ്ന ഹെ ജമീ ബഹുത് സാരെ ജാദു ജാൻതി ഹെ. കവി എന്താ പറയുന്നത്, നമ്മുടെ ഭൂമിക്ക് കുറേ തരത്തിലുള്ള ജാലവിദ്യകൾ അറിയാം.
वह अलग अलग तरह के फल फूल हमें देती है. വ്യത്യസ്ത തരങ്ങളിലുള്ള ഫലങ്ങൾ പൂക്കൾ നമ്മൾക്ക് തരുന്നു. കിസി മേ മിഠാസ് ഓർ കിസി മേ ഖട്ടാപ്പൻ. ചിലതിൽ എന്താണ് നല്ല മധുരം ഉണ്ടാവും, ചിലതിൽ പുളിപ്പും. ഇസ് മിട്ടി മേ ऐसा कुछ तो है जो इतना विविध तरह की चीज़ें हमें देती है. അപ്പോൾ ഈ ഒരു ഭൂമിയിൽ എന്തോ ഉണ്ട്, അതാണ് നമ്മൾക്ക് ഇങ്ങനെ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. कवि हैरान है कि यह रंग मिठास और खट्टापन सब ज़मीन ने कहाँ छुपा के रखा है. കവി എന്താണ് ഭയങ്കര ആശ്ചര്യത്തോടു കൂടി ആലോചിക്കുകയാണ്, ഈ കളർ നിറങ്ങളും മധുരവും പുളിപ്പൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ये सब ज़मीन कैसे कर रही है. ഇതൊക്കെ എങ്ങനെയാണ് ഭൂമി ചെയ്യുന്നത്. वह एक उंगली में ऊंचे पेड़ों को गिराए बिना उठाती है. ഒരു വിരലിൽ എന്താണ് ചെയ്യുന്നത്, വലിയ വലിയ മരങ്ങൾ വീഴ്ത്താണ്ട് എടുക്കുന്നു. ജമീ ചാഹെ കിतना भी पानी पिए उसकी प्यास बुझती ही नहीं. ജമീ ഭൂമി എത്ര വെള്ളം കുടിച്ചാലും ഭൂമിയുടെ ദാഹം മാറുന്നില്ല. कवि यह भी सोचता है क्यों पत्ते फीके हैं और फूल मीठे. കവി ഇതും ഓർക്കുന്നുണ്ട്, എന്താണ് ഈ പത്ത എന്ന് പറഞ്ഞാൽ ഇലകൾക്ക് തീരെ ഒരു ടേസ്റ്റുമില്ല, പക്ഷേ പൂക്കൾക്ക് ഫലങ്ങൾക്ക് നല്ല മധുരമാണ്. പത്ത എന്താണ് ഭയങ്കര ഡള്ളാണ് ഇലകളൊക്കെ. इन सभी को सोचते हुए कवि का यही मानना है कि जमी को जादू आता है. ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ് കവിക്ക് തോന്നുന്നത്, ഭൂമിക്ക് മാന്ത്രികം അല്ലെങ്കിൽ ജാലവിദ്യ അറിയാം. क्योंकि ये जादूगर ही कर सकता है. അപ്പോൾ ഇതൊക്കെ ആർക്കാ, ഒരു മെജീഷ്യന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് കണ്ട് റിവ്യൂ ചെയ്ത് അതിനുള്ള റിപ്ലൈ തരുന്നതാക്കും. അടുത്ത സെഷനിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.